മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഈ മീശയൊക്കെ പിരിച്ച് മുണ്ടുമൊക്കെ മടക്കി കുത്തി നമ്മുടെ ദേവാസുരത്തിലെ നീലനെ പോലെ അല്ലെങ്കിൽ നരനിലെ വേലായുധനെ പോലെ നരസിംഹത്തിലെ അച്ചുവിനെ പോലെ രാവണപ്രഭുവിലെ കാർത്തികേയനെ പോലെ ഒരു ലാലേട്ടനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും അല്ലേ? മലയാള പ്രേക്ഷകരും അതുപോലെ എനിക്ക് തോന്നുന്നു മോഹൻലാൽ പ്രേമികളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വേഷം തന്നെയാണ്. മലയാളികൾ മാത്രമല്ല, ഈ ആരാധകർ മാത്രമല്ല, സാധാരണ ആരാധകർ മാത്രമല്ല, അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ഇളകി മറിയും എന്നുള്ളത് 100% ഉറപ്പാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന വ്യക്തികൾ പോലും അദ്ദേഹത്തിൻ്റെ കടുത്ത ഫാൻസാണ്. മലയാള സിനിമ മേഖലയിലുള്ള മിക്കവാറും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മളെപ്പോലെ തന്നെ അവർ കാത്തിരിക്കുക. അതിലെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ L366 എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം, ആശിഷ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ ബാനറിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് L366. അതിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുമ്പം അവിടുന്ന് ഒരു വീഡിയോ ഒരാൾ പുറത്തു വിട്ടു. അത് പെട്ടെന്നങ്ങ് വൈറലായി. വേറെ ഒന്നുമല്ല, ഗ്രേ ഷർട്ടുമൊക്കെ ഇട്ട് വെള്ളം മുണ്ടുമൊക്കെ ഉടുത്ത് മീശയൊക്കെ പിരിച്ച് ലാലേട്ടൻ കാറിൽ നിന്നങ്ങോട്ട് വരുന്ന വരവ് കണ്ടാലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു മംഗലശ്ശേരി നീലകണ്ഠനെ കാർത്തികേയനെയൊക്കെ ഓർക്കുന്ന രീതി തന്നെ. ആ കാലുമൊക്കെ എടുത്ത് ഒരു വരവ്. പിന്നെ സോഷ്യൽ മീഡിയ അങ്ങ് ഇളകി മറിയുകയായിരുന്നു. ഈ L366 എന്ന ചിത്രവുമായിട്ടുള്ള പ്രത്യേകത ഒത്തിരിയുണ്ട്. കാരണം ലാലേട്ടൻ വർഷങ്ങൾക്ക് ശേഷം താടി പഠിക്കുന്നു. തുടരും എന്ന ചിത്രത്തിന് ശേഷം തരുൺമൂർത്തി ലാലേട്ടനുമായിട്ട് ഒന്നിക്കുന്നു. തരുൺമൂർത്തിയിൽ നിന്ന് നമ്മൾ കുറച്ചൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തുടരും എന്ന ചിത്രം സാധാരണ ഒരു ചിത്രം പോലെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. ഒരു കുടുംബ ചിത്രം എന്നുള്ള ലേവലിൽ തന്നെയായിരുന്നു എല്ലാവരും കണ്ടത്. പക്ഷേ ചിത്രം കണ്ട് ഇൻ്റർവ്യൂലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ പോയ സാധനമാണ് ഈ തുടരും എന്ന ചിത്രം. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്ത് പോവുക എന്ന് പറയുമ്പം ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. കോടികളുടെ തിളക്കവുമായിട്ട് തുടരും തിയേറ്ററിൽ നിറഞ്ഞു. കേരളത്തിൽ നിന്ന് ആദ്യത്തെ 100 കോടി കേരളത്തിൽ നിന്ന് മാത്രമായി 200-250 കോടി കടന്ന ചിത്രമായി തുടരും മാറി. അതിനുശേഷം തരുൺമൂർത്തി പറയുമ്പം നമ്മുടെ സ്വപ്നങ്ങളൊന്നും ചില്ലറയൊന്നുമല്ലേ. തരുൺമൂർത്തിയെപ്പറ്റി നമുക്ക് വളരെയധികം സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് L366 എന്ന ചിത്രം തരുൺമൂർത്തി സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വരും. അപ്പം പ്രതീക്ഷ കൂടി. അതിനുശേഷം ലാലേട്ടൻ താടി വടിച്ചതിനകത്ത് അഭിനയിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പം ലാലേട്ടൻ്റെ താടി വടിച്ച രൂപം വർഷങ്ങൾക്ക് ശേഷം വന്നപ്പം അതും ഒന്ന് വൈറലായി. പിന്നെ ആ പേര് ലവ് ലെജൻഡ് എന്ന് പറയുന്ന ആ പേര് ഒരു തമാശ കലർന്ന പേര്. അപ്പോഴേ എല്ലാവരും വിധി എഴുതി ഒരു പോലീസ് ഓഫീസർ, തമാശയൊക്കെ ചെറിയ തമാശയൊക്കെ കലർന്ന ഒരു പോലീസ് ഓഫീസർ. പേരിന് അങ്ങനെ ഒരു പ്രത്യേകത. പക്ഷേ ഇത് ഇങ്ങനെയൊരു ചിത്രം പുറത്തു വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നടന്മാരും മോഹൻലാലിൻ്റെ കടുത്ത ഫാൻസാണ്. അജു വർഗീസ് ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എഴുതി, ദേവാസുരത്തിലെ നീലനും നരസിംഹത്തിലെ അച്ചുവും രാവണപ്രഭുവിലെ കാർത്തികേയനും നരനിലെ വേലായുധനും ഒക്കെ മിന്നി മറിഞ്ഞു പോയി ഈ ചിത്രം കണ്ടപ്പോഴെന്നാണ്. അതുപോലെ അജു വർഗീസ് വീണ്ടും എഴുതി, കാത്തിരിക്കാം തന്നെ ഒരു വരവിന് വേണ്ടി എന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുക. എടാ, ആദ്യ പകുതിയിൽ തമാശയൊക്കെ കലർന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്ന ലാലേട്ടൻ തുടരും പോലെ രണ്ടാം പകുതിയിലേക്ക് ട്വിസ്റ്റൊക്കെ മംഗലശ്ശേരി നീലകണ്ഠൻ പോലെ ഒരു പോലീസ് ഓഫീസറായിട്ടൊക്കെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഒരു രക്ഷയില്ലാത്ത സാധനമായിരിക്കും. തിയേറ്ററിൽ നിന്ന് കുലുങ്ങും, അത് 100% ഉറപ്പാണ്. തരുൺമൂർത്തി അങ്ങനെയുള്ള കാര്യമാണോ കാത്തു വെച്ചിരിക്കുന്നത് എന്നാണ് ഇനി നമുക്കറിയേണ്ടത്. ഏതായാലും ഈ ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ്റെ ചില ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കും. അത് അജു വർഗീസ് മുതലുള്ള സെലിബ്രിറ്റികളും സാധാരണക്കാരും ഒക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ L366 വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരു ചിത്രത്തിന് ഹൈപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് L366. തരൺമൂർത്തി ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ ഹൈപ്പം കൂടി. അതിനുശേഷം ഇതിൻ്റെ പേര് TF ലവ് ലെജൻഡ് എന്ന് പറയുന്ന പേര് ഹൈപ്പ് വീണ്ടും കൂട്ടി. ലാലേട്ടൻ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പം വീണ്ടും ഹൈപ്പ്. അതിനുശേഷം ലാലേട്ടൻ താടി വലിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞപ്പം ഹൈപ്പ് വീണ്ടും കൂടി. ഇപ്പം ദേ ഈ പോസ്റ്ററും കൂടെ വന്നപ്പോഴുണ്ടല്ലോ, അവർ പ്രത്യേകിച്ച് പ്രൊമോഷനൊന്നും കൊടുക്കണ്ട, ആൾക്കാരെ ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതാണ് പ്രൊമോഷൻ എന്ന് പറയുന്ന സാധനം. അറിയാതെ തന്നെ ചിത്രങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കും. അപ്പം നമ്മളിപ്പം കാത്തിരിക്കുന്നത് എന്താണെന്നറിയാം, ഇത് ഷൂട്ടിങ്ങും തീരണം, തിയേറ്ററിൽ എത്തണം, നമുക്ക് കൈയടിക്കാനും അറുമാദിക്കാനും ഒക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടാകണേ എന്നൊക്കെ പ്രാർത്ഥനയോടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. തരൺമൂർത്തി കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. അപ്പം തരൺമൂർത്തി ചിത്രത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.